ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം നമ്മൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ പ്ലസ് നമ്മുടെ പുൽക്കൂട് സെറ്റ് ആക്കണതൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. വിന്റർ തുടങ്ങിയ കാരണം കൊണ്ട് തന്നെ നമ്മളത് 5 മണിക്കാണ് എനിക്ക് വന്നിരിക്കുന്നത്. ആ ടൈമിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു തരം ഭയങ്കര കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. ചെറിയൊരു തുള്ളിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ പിള്ളേർക്ക് 6:30 ആകുമ്പോൾ ബസ് വരും. അതിന് മുന്നേ തന്നെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു വിടണം. അപ്പം ഇതേ എൻ്റെ മോർണിംഗ് ജീര വാട്ടറാണ് കേട്ടോ. അത് ഇച്ചിരി ജീരകവും ഇച്ചിരി ഉലുവയും കൂടെ ഇടാറുണ്ട് ചില സമയത്ത്. അപ്പൊ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് വെക്കും. തിളപ്പിക്കലൊന്നുമില്ല അധികം, ചിലപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വെക്കും. തിളപ്പിച്ച് കുടിക്കാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് നൂഡിൽസ് ആണ്. ഏട്ടന് കൊണ്ടുപോകാനായിട്ട് മുട്ടക്കറി ആക്കാനായിട്ട് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് പാലും വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് മെസ്സി ആയിരിക്കും കേട്ടോ, കാരണം ആ കാലത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അത്ര നീറ്റായിട്ടൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫുള്ളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. ഇന്നലത്തെ എഗ് ട്രേ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് ഫ്രീ ആകുമ്പോൾ വേണം എല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ടൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതാണ് ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതേ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചായ എടുത്ത് കൊടുത്തു ഏട്ടന്. ഇനി ഇവരുടെ ടിഫിനും ബാഗൊക്കെ പാക്ക് ചെയ്യണം. ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവർക്ക് വെള്ളവും അതുപോലെ ടിഫിൻ ബോക്സും ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ ദച്ചുവിന് കൊണ്ടുപോകാനായിട്ട് സ്നാക്സ് ഒന്ന് ചെറിയ കുഞ്ഞ് അങ്ങനെ കേക്കും പിന്നെ പിയറും കൂടിയാണ് കേട്ടോ. അത് കുഞ്ഞൊരു സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുത്താൽ അവൻ കഴിച്ചോളൂ കേട്ടോ. ഒന്നല്ലെങ്കിൽ വീട്ടിൽ വന്നാലും കഴിക്കും, ചിലപ്പോൾ അവിടുന്ന് കഴിക്കും. പിന്നെ ഏട്ടന് ചപ്പാത്തിയാണ്. അപ്പോൾ ലഞ്ചിന് കൊണ്ടുപോകണ മുട്ടക്കറി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്ത് വെക്കണം. ഏട്ടനൊരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങിയാൽ വേണം. അപ്പം ഇവരെ കൊണ്ടുവന്ന് വിട്ട ബ്രേക്ക്ഫാസ്റ്റ് ശേഷം വേഗം ഇറങ്ങും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പണികളിലേക്ക് തുടങ്ങും. അപ്പോൾ ദേ ഇവിടെ ഒരു പ്രാവ് വന്നിരിക്കുന്നുണ്ട്. അത് എപ്പോഴും വന്നിട്ട് ആ ചെടികളുടെ അതിലൊക്കെ കൊത്തി തിന്നാൻ വേണ്ടി വരണതാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ല കാറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെടിയിൽ ഒരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഒരെണ്ണം ഉണ്ടാവുള്ളൂ. എപ്പോഴും നോക്കിയാലും അത് കുറേ ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് അത് കൊഴിയുമ്പോൾ അടുത്തൊരു ഫ്ലവർ ഉണ്ടാവും. എല്ലാം ഒന്നിച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓരോന്നായിട്ട് എപ്പോഴും കുറേ നാളായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോയി. അപ്പോൾ നമ്മൾ ഇത് ഇന്നലെ ഇത്തിരി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നെഗറ്റീവ് ബ്രൗൺ ഉണ്ടാക്കി എന്താണ് കേട്ടോ. നമുക്ക് ഈ പുൽക്കൂട് കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ഇനി ബാക്കി അതിൻ്റെ റൂഫൊക്കെ ഉണ്ടാക്കാൻ മാത്രമേ നമുക്ക് പണിയുള്ളൂ. പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാനില്ല കേട്ടോ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗിപ്പുട്ടും കടലയാണ്. ചായയും കൂടെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തിടാം. ഒരുപാട് നേരം എടുത്താണ് അതൊക്കെ വെട്ടിയിട്ട്. അതിനുശേഷം പിന്നീട് ഈവനിങ് ആയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടോ. അപ്പം ഞാൻ അത് അതിന്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഗ്ലൂസ് മുഴുവൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന്റെ മുകളിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് റഫ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് വേഗം സ്റ്റിക്ക് ആയിക്കോളും. എന്നാലും കുറച്ച് നേരം കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഞാനിങ്ങനെ ആദ്യം ഗ്ലൂ ഒക്കെ ഇട്ട് എല്ലാതും ഒന്ന് ഗ്ലൂ ഇട്ട് കൊടുത്തു എല്ലാ ഭാഗത്തും. അതിനുശേഷം ഇത് കുറേശ്ശെ ഓരോ പിടിയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ എടുത്ത് ഒട്ടിക്കണം. കുറേ സമയം വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാനായിട്ട്. എന്നാലും നല്ല രസമാണ്. ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഷോർട്സിൽ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് അതേപോലെ തന്നെ നോക്കി ചെയ്യണം. മാത്രം സ്വന്തം ഐഡിയ ഒന്നും അല്ല കേട്ടോ. അപ്പം ഇതൊക്കെ കുറെ ഇങ്ങനെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തു വെച്ചു കേട്ടോ. ഇങ്ങനെ കുറെ സമയം എടുക്കും ഇതിങ്ങനെ കുറേശ്ശെ അടക്കി പെറുക്കി വെക്കാനായിട്ട്. ഒരാൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഒരു സൈഡ് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സസ് ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഫില്ല് ചെയ്യണം, ഫുൾ ആക്കണം കേട്ടോ. ഇപ്പൊ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിങ്ങനെ തക്കപ്പിക്കാന്ന് കുറേ വെട്ടിയിട്ട കാരണം കൊണ്ട് അതൊക്കെ വലുതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കിച്ചു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിച്ചു കുറേശ്ശെ എടുത്ത് അടക്കി വെക്കുന്നുണ്ട്. ഞാൻ ബാക്കി ഭാഗത്തൊക്കെ ഗ്ലൂവും എല്ലാ ഗ്ലൂകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് പിന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഇനി ആ സൈഡും കൂടെ ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ത്രെഡ് കെട്ടി കൊടുക്കണം. അപ്പൊ നമ്മൾ ആ സൈഡും കൂടെ ഫുൾ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സസ് ഉള്ള ഭാഗം ഈ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് അതിന്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ. കുറച്ച് ഭാഗം ഉള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തു. ഇതിന്റെ ഉള്ളിൽ കുറെ പുല്ല് മൈക്കോളൊന്നും ഇവിടെ കിട്ടാനില്ല കേട്ടോ. പിന്നെ വല്ല പാർക്കിലൊക്കെ പോയി പുല്ല് പറിക്കണം, എന്നിട്ട് ഉണക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മളിത് കാർഡ്ബോർഡ് ബോക്സ് തന്നെ കുറച്ച് സമയം എടുത്ത് കുറച്ച് പണി ഇട്ടിട്ടാണെങ്കിൽ വെട്ടി സെറ്റ് ആക്കിയിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഒരു ബാമ്പൂ സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കാണ്ട് കേട്ടോ. പക്ഷെ ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതൊന്ന് ഉണങ്ങിയിട്ടായിരുന്നു ഞാൻ ഒട്ടിച്ചത്. വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്നാലും നമ്മൾ ഒരുവിധമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടോ. അപ്പൊ പിന്നെ ഒരു ദിവസമാണ് നമുക്ക് പുൽക്കൂട് സെറ്റ് കിട്ടിയത്. നാട്ടിൽ നിന്ന് ബിൻചേട്ടൻ കൊടുത്തു വിട്ടതായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ടിന്റെ ബ്രദർ വരുമ്പോൾ ആളുടെ അടുത്ത് കൊടുത്തു വിട്ടാണ്. അപ്പൊ നമ്മളത് ഇതിന്റെ ഉള്ളിൽ ഇതേ ഉണങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ നമ്മൾ ബാമ്പു സ്റ്റിക്കും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ടേബിളിലുള്ള സ്പേസ് ഉള്ള അപ്പൊ ഒരുപാട് ഇങ്ങനെ വിപുലീകരിച്ച് ഇങ്ങനെ വെക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനും ഇങ്ങനെ പുൽത്തകിടിയും അങ്ങനെ കിണർ വാട്ടർഫോളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊന്നും സെറ്റ് ചെയ്യാനുള്ളത് ഇല്ല കേട്ടോ നമുക്ക്. അപ്പൊ ഉള്ളത് വെച്ചിട്ട് കുറച്ച് സ്ഥലം വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യാണ്. അപ്പൊ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല. അപ്പൊ വീണ്ടും വെച്ച് നോക്കി. പിന്നെ ഇതിനൊരു ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ ഓർഡറും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. പിന്നെ അങ്ങനെ വെക്കാനായിട്ടുള്ള സ്പേസ് നമുക്കില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ട് കിച്ചും തച്ചും കൂടിയിട്ട് വെക്കുന്നുണ്ട്. കുറെ ആദ്യം വെച്ച് നോക്കും, പിന്നെ എടുത്ത് പുറത്ത് വെക്കും, പിന്നെയും വെച്ച് നോക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വിധത്തിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അവർക്ക് ടേക്ക് കെയർ, ബൈ ബൈ.